നമസ്കാരം പ്രിയമുള്ളവരെ. പാലക്കാട് CPMന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പാലക്കാട് ജില്ലയിലെ CPMന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പി. സരിന്റെ പേരില്ല എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ കേരളം ഈ അവസരത്തിൽ. പ്രത്യേകിച്ചും പി. സരിന് പാലക്കാട് ജില്ലയിലെ ഉറപ്പുള്ള ഒരു സീറ്റ് CPM നൽകും എന്ന ഒരു ചർച്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ കേരളം കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ പി. സരിന് സീറ്റില്ല. വേണമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പാലക്കാട് പിന്നീട് പരിഹരിക്കും. BJPയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ ആരാണെന്നറിഞ്ഞതിന് ശേഷം പാലക്കാട് പരിഗണിക്കും എന്ന രീതിയിലാണ് CPMന്റെ ജില്ലാ നേതൃത്വം ഇപ്പോൾ എത്തുന്നത് എന്ന വാർത്തയാണ് പ്രധാനമായും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും മന്ത്രി രാജേഷൊക്കെ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ പ്രാവശ്യം സരിൻ മത്സരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഒറ്റപ്പാലത്ത് സരിന് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. CPMന്റെ നേതൃത്വത്തിൽ ചിലരെങ്കിലും സരിന് ഉറച്ച സീറ്റ് പാലക്കാട് ജില്ലയിൽ നൽകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സരിന് സീറ്റില്ല എന്ന ഒരു നിലപാടിലേക്ക് പാലക്കാട് ജില്ലാ CPM നേതൃത്വം എത്തുന്നു എന്ന വിവരമാണ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. പി. സരിനെ സംബന്ധിച്ച് നേരത്തെ പാലക്കാട് കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് പാർട്ടി വിട്ടത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും അതിനുശേഷം അദ്ദേഹം CPM പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുകയും അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പക്വമല്ലാത്ത ചില നടപടികൾ മൂലം പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിന് വലിയ സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് തിരുവനന്തപുരം ലാംഗ്വേജിൽ പറഞ്ഞാൽ കൂമ്പടയുന്നു എന്നതിന് തുല്യമായി തന്നെ ഇപ്പോഴുള്ള സംഭവഗതികളെയൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം. നേരത്തെ മുരളീധരൻ അദ്ദേഹം KPCC പ്രസിഡന്റും ഒക്കെ ആയിരിക്കെ പാർട്ടി വിട്ട് DIC ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ വിഘാതമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളായിരുന്നു. 2011 ഉമ്മൻചാണ്ടിക്ക് പകരമൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ട ആളായിരുന്നു. അന്ന് അദ്ദേഹം എടുത്ത അപക്വമായ തീരുമാനം, കോൺഗ്രസ് വിട്ട് DICയിൽ പോകുവാനെടുത്ത തീരുമാനം, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രത്തോളം വലിയ തിരിച്ചടിയായോ അതുപോലെയാണ് സരിൻ്റെ ഈ തീരുമാനവും കോൺഗ്രസ് വിടുവാനുള്ള തീരുമാനവും എന്നത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. കാരണം VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ മുരളീധരന് പിറകിൽ വന്നു നിൽക്കാനുള്ള നേതാക്കന്മാരായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നെടുത്ത DIC പാർട്ടി പിളർത്ത് DIC ഉണ്ടാക്കുവാനുള്ള തീരുമാനം അദ്ദേഹത്തെ രാഷ്ട്രീയ ഭാവിയിൽ പിന്നോട്ടടിച്ചതുപോലെ ഇപ്പോഴും സരിൻ്റെ രാഷ്ട്രീയ ഭാവിയും കൂമ്പടയുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ മുരളീധരൻ വളരെ കണ്ണിങ് ആയിട്ട് തിരിച്ചു വന്നു. അതിന് അദ്ദേഹത്തിന് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ സരിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സംഭവഗതികളും ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അടയുന്നു എന്ന് തന്നെയാണ് വ്യക്തം. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ആ സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഷാഫിയുടെ ഒരു നിർബന്ധം, കാരണം അത് സ്വാഭാവികമാണ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ MLA ആയിരുന്ന ഒരാളുടെ അഭിപ്രായം എല്ലാ പാർട്ടികളും തേടാറുണ്ട്. പക്ഷേ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നിർദ്ദേശിച്ചത്. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർത്തുകൊണ്ട് സരിൻ പാർട്ടി വിടുകയും അവിടെ സ്വതന്ത്രനായി മത്സരിക്കുകയും CPM പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തു. ഒരുപക്ഷേ സരിൻ പാർട്ടിയിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പിന്നീട് വിവാദങ്ങൾ പെടുമ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പരിഗണിക്കപ്പെടുക സ്വാഭാവികമായും സരിൻ്റെ പേരായിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം. പക്ഷേ അതിനൊന്നും ക്ഷമയില്ലാതെ സരിൻ പാർട്ടി വിട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരിച്ചടിയാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള സമകാലിക സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ സിവിൽ സർവീസൊക്കെ വിട്ടുവരുന്ന ആളുകൾക്ക് നല്ല പരിഗണന നൽകിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാകും. KR നാരായണൻ അദ്ദേഹം കോൺഗ്രസ്സിലെത്തി. അതിനുശേഷം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വരെയായി. ശശി തരൂർ, ഇപ്പോഴുള്ള ശശി തരൂർ അദ്ദേഹം ഫോറിൻ സർവീസിൽ നിന്ന് വന്ന ആളാണ്. അതുപോലെ കൃഷ്ണകുമാർ നേരത്തെ കൊല്ലത്തിൻ്റെ MPയും മന്ത്രിയുമൊക്കെ ആയി. അങ്ങനെ IAS ഒക്കെ വിട്ടുവരുന്ന ആളുകൾക്ക് നല്ല പരിഗണന കോൺഗ്രസ് കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി ക്ഷമയോട് നിന്നിരുന്നുവെങ്കിൽ നല്ല പരിഗണന കോൺഗ്രസിൽ നിന്ന് പി. സരിന് കിട്ടുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെയൊക്കെ ഒരു കാര്യമെടുത്താൽ അദ്ദേഹം IAS ഒക്കെ ഉപയോഗിച്ച് LDFിലെത്തി, LDF സ്വതന്ത്രനായി മത്സരിച്ചു, വിജയിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഒരു MLA എന്ന രീതിയിൽ ഒതുങ്ങുന്നതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ വളരെ വലുതായിരുന്നു. അദ്ദേഹം പിന്നീട് BJPയിൽ എത്തി. പക്ഷേ ഒരു പ്രാവശ്യം അദ്ദേഹം കേന്ദ്ര ടൂറിസം മന്ത്രി ആയതിനു ശേഷം അദ്ദേഹവും രാഷ്ട്രീയമായി അപ്രസക്തമാകുകയായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ചെയ്യുന്നത് പോലെ ഒരു അക്കോമഡേഷൻ ഇങ്ങനെയുള്ള പ്രൊഫഷണലുകൾക്ക് മറ്റു പാർട്ടികൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സരിൻ്റെ അപക്വമായ ഒരു തീരുമാനമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും 2021
അദ്ദേഹം ഒറ്റപ്പാലത്തേക്ക് മത്സരിക്കുവാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഹരിഗോവിന്ദൻ മാഷിൻ്റെ ആയിരുന്നു. അദ്ദേഹം ആ മണ്ഡലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സരൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ വെച്ച് കോൺഗ്രസ് അവിടെ അദ്ദേഹത്തെ പരിഗണിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ പോയി കണ്ട് അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2016 ഷാനിമോൾ ഉസ്മാൻ 16,888 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെടുന്നതെങ്കിൽ 2021 സരിൻ 15,152 വോട്ടുകൾക്ക് ഒറ്റപ്പാലത്ത് നിന്ന് പരാജയപ്പെടുന്നു. അതായത് പരാജയത്തിൻ്റെ ആഘാതം പോലും കുറയ്ക്കുവാൻ ഒറ്റപ്പാലത്ത് നിന്ന് സരന് കഴിഞ്ഞിട്ടില്ല. ഷാനിമോൾ ഉസ്മാനെയും സരനെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ നിരന്തരമായ ഇലക്ഷനിൽ പരാജയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല അവർ ആ ജില്ലയിലുള്ള ആൾ പോലുമല്ല. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒറ്റപ്പാലത്ത് മത്സരിച്ചിട്ടും അവർ നേടിയ ആ വോട്ടിൻ്റെ പാറ്റേൺ തന്നെ നിലനിർത്തുവാനേ 2021 സരിന് കഴിയുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതായത് അദ്ദേഹം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഒക്കെ ഒരു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് വാസ്തവം. ഒരുപക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ക്ഷമയോട് നിന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നിയമസഭാ നിയോജക മണ്ഡലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ വിജയിക്കുവാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അപക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇരുളടച്ച് കളയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇനി പാലക്കാട് പരിഗണിച്ചാൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെട്ടാലും അദ്ദേഹം 3-ാം സ്ഥാനത്ത് മാത്രമേ എത്തുകയുള്ളൂ. ഒരു പ്രാവശ്യം കൂടി 3-ാം സ്ഥാനത്ത് എത്തി പരാജയപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് ഇരുളടഞ്ഞു പോകും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഈ IAS അല്ല IAS ഒക്കെ ഉപേക്ഷിച്ച് വന്നത് വെറും 80,000 രൂപയുടെ ഒരു ജോലിയിൽ ഒതുങ്ങാനല്ലായിരുന്നു. അദ്ദേഹത്തിന് തന്നെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. MLA ആകണം, മന്ത്രിയാകണം എന്നൊക്കെ, ജനങ്ങളെ സേവിക്കണമെന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തെ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനമായിരുന്ന അദ്ദേഹം തൻ്റെ അപക്വമായ തീരുമാനങ്ങൾ കൊണ്ട് തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു തീരുമാനമായി പോയി കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കുറച്ചുകൂടി പക്വമായി അദ്ദേഹം നിന്നിരുന്നുവെങ്കിൽ, അതായത് ആ ഇലക്ഷനിൽ മത്സരിക്കാതെ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം അദ്ദേഹം പരിഗണിക്കപ്പെടുന്ന, ഉറപ്പുള്ള സീറ്റുകളിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമായി ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ ഒറ്റപ്പാലം കേന്ദ്രമാക്കി അദ്ദേഹം പ്രവർത്തിച്ചുവെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് വിജയിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലക്കാട് നിന്ന് CPMൻ്റെ നിലവിലുള്ള ഒറ്റപ്പാലത്ത് നിന്ന് CPMൻ്റെ നിലവിലുള്ള MLA പ്രേംകുമാർ തന്നെ മത്സരിക്കും എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും സ്വന്തം നിലപാടുകൾ കൊണ്ട് അദ്ദേഹം വളരെ ഭാവി വാഗ്ദാനമായിരുന്ന അദ്ദേഹം ഒരു അപ്പുക്കുട്ടൻ ഇമേജിലേക്ക് മാറ്റപ്പെടുന്നു എന്ന ദുഃഖകരമായൊരവസ്ഥയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരള രാഷ്ട്രീയ മണ്ഡലങ്ങളും പൊതുധാരകളും ഒക്കെ. എന്തായാലും സരനെ സംബന്ധിച്ച് അദ്ദേഹം ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് അനിശ്ചിതത്വം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇടുകയാണ്. കുറച്ച് വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.